ചരിത്രവശമായി നൂറ്റാണ്ടുകളായി ഭൂമിയിൽ വിവിധ രാജ്യങ്ങളിൽ നിലനിന്നതും ശാസ്ത്രീയമായ അടിത്തറകളോ ശാസ്ത്രീയമായി തെളിയിക്കാൻ കഴിയാത്ത ഒരു പ്രധാന വിഷയം, ഒരു വിശ്വാസമല്ല, അതൊരു അന്ധവിശ്വാസമായ ഒരു വിഷയമാണല്ലോ പുനർജന്മം. പുനർജന്മം സത്യമോ മിഥ്യയോ എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. മരണാന്തരം ഒന്നും അവശേഷിക്കുന്നില്ല, ജീവനുള്ള കാലത്തോളം സുഖമായി ജീവിക്കുക, മരണത്തിന് അതീതമായി ആരും തന്നെ ഇല്ല എന്ന് അനേകരും ലോകത്താകമാനം ചിന്തിച്ച് അതും പ്രകാരം ജീവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. മരിച്ച് ചാമ്പലായിത്തീരുന്ന ദേഹം വീണ്ടും എങ്ങനെ മടങ്ങി വരുമെന്നാണ് ഹൈന്ദവർ ചിലർ ചോദിക്കുന്നത്. മരണാന്തരം ആത്മാവ് ദേഹാന്തരപ്രാപ്തി അല്ലെങ്കിൽ ഏതെങ്കിലും പക്ഷിമൃഗങ്ങളുടെയോ മനുഷ്യരുടെ മൃതശരീരത്തിലേക്കോ കടക്കുന്നതാണ് ദേഹാന്തരപ്രാപ്തി എന്നാണ് അവർ പറയുന്നത്. അതാണ് പുനർജന്മത്തിന്റെ കാതലായ ഒരു വിഷയം. ഇംഗ്ലീഷിൽ ട്രാൻസ്മിഗ്രേഷൻ തിയറി എന്ന് പറയും. ഇത് അവരുടെ മാത്രം വിശ്വാസമാണ്. ആ വിശ്വാസം അന്ധവിശ്വാസമാണ്. ഇങ്ങനെയുള്ള ദേഹാന്തരപ്രാപ്തിയുടെ ഏറ്റവും സ്വാഭാവികമായ അവസ്ഥയാണ് പുഴുവായി ജനിക്കുക എന്നത്. ജന്മാന്തരങ്ങളിലൂടെയും കർമ്മബന്ധങ്ങളിലൂടെയും നീക്കുപോക്കില്ലാതെ പലതവണ ആത്മാവ് കടന്നുപോയി കർമ്മം അഥവാ പ്രവൃത്തിയിൽ വന്നു പോകുന്ന കുറ്റങ്ങൾക്കനുസരിച്ച് നികൃഷ്ട ജീവിയായും പിന്നെ ഉത്തമ ജീവിയായും അനേക ജീവചക്രങ്ങൾ അല്ലെങ്കിൽ ബയോളജിക്കൽ സർക്കിൾ നീന്തിക്കടന്ന് ശുദ്ധീകരണം പ്രാപിച്ച ശേഷം അനന്തതയിൽ ആത്മാവ് വിലയം പ്രാപിക്കുന്നതാണ് പുനർജന്മമെന്ന് ഹൈന്ദവർ വിശ്വസിക്കുന്നു. തിന്മ ചെയ്ത് മരിച്ചുപോയ മനുഷ്യരുടെ ആത്മാക്കൾ വീണ്ടും താണജാതികളിലും അധമ മൃഗങ്ങളിലും മറ്റ് ജീവജാലങ്ങളിലുമായി ജനിച്ച് മരിച്ച് ആത്മാവിങ്ങനെ കറങ്ങി നടങ്ങുമത്രേ. ഇന്ന് പദത്തിൽ രക്ഷയ്ക്കുള്ള 3 ഉപാധികളെ കുറിച്ച് പറയുന്നത്: 1 കർമ്മമാർഗമാണ്, ദ വേ ഓഫ് വർക്ക്സ്. 2 ജ്ഞാനമാർഗം, ദ വേ ഓഫ് നോളജ്. 3 ഭക്തിമാർഗം, ദ വേ ഓഫ് ഡിവോഷൻ. ആത്മാവ് കർമ്മബന്ധം മുഖേന വീണ്ടും വീണ്ടും ജനിച്ച് മരിച്ച് കഴിയേണ്ടി വരുന്നതിനെയാണ് സംസാര ദുഃഖം എന്നവർ വിശേഷിപ്പിക്കുന്നത്. നല്ല പ്രവൃത്തികൾ ചെയ്യുക, ഈശ്വരന് വേണ്ടി സമർപ്പിച്ച യോഗ യാഗാദി കർമ്മങ്ങൾ ചെയ്യുക എന്നിവയൊക്കെയാണ് കർമ്മമാർഗം. ജ്ഞാനം കൊണ്ട് മാത്രമേ സംസാര ദുഃഖത്തിൽ നിന്ന് മോചനമുണ്ടാകുകയുള്ളൂ. അജ്ഞതയാണ് എല്ലാ ദുഃഖങ്ങൾക്കും കഷ്ടങ്ങൾക്കും അടിസ്ഥാനമെന്ന് ഹിന്ദുക്കൾ വിശ്വസിക്കുന്നു. ഇതേ ചോദ്യം തന്നെയാണ് ഞാൻ ഹൈന്ദവ മതക്കാരോടും അതിൻ്റെ അനുഭാവികളോടും ഞാൻ ചോദിക്കുന്നുണ്ട്. കാരണം ഞാൻ എൻ്റെ മുൻപ് എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനൊരു മതവിശ്വാസിയല്ല, ദൈവവിശ്വാസിയാണ്. അപ്പോ അജ്ഞതയാണ് അന്ധവിശ്വാസത്തിന്റെ അടിത്തറ. അങ്ങനെയെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ഈ പുനർജന്മം അന്ധവിശ്വാസമാണോ അജ്ഞതയാണോ? അങ്ങനെയെങ്കിൽ അജ്ഞത കൊണ്ടല്ലേ ദുഃഖമുണ്ടാകുന്നത്? വേദാഭ്യാസം അല്ലെങ്കിൽ വേദപഠനം, സന്യാസം, തപസ് എന്നിവ കൊണ്ട് മനസ്സിനെ ശുദ്ധമാക്കി കർമ്മബന്ധനമഴിഞ്ഞ് മുക്തി നേടണം എന്നും പറയുന്നു. സത്കർമ്മങ്ങളുടെ ഫലം അനുഭവിച്ചു തീർന്നാൽ ആത്മാവിന് വീണ്ടും പുനർജന്മം ലഭിക്കുമത്രേ. മനുഷ്യനടക്കം ഓരോ ജീവികളിലും അനുഭവിച്ച് തീർക്കേണ്ട കഷ്ടതകളുണ്ടെന്നും അവ അനുഭവിക്കാതെ ആരും മരിക്കുകയില്ലെന്നും അവർ പറയുന്നു. പരേതാത്മാക്കളെ പ്രീതിപ്പെടുത്തുക എന്ന വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ് ആനിമിസം എന്ന് പറയുന്ന അവസ്ഥയിൽ വരുന്ന ആനിമിസത്തിന്റെ, അതൊരു ഗ്രീക്ക് പദമാണ്. അതിൽ അടങ്ങിയിരിക്കുന്ന ഒരു ഭാഗമാണ് ഈ പുനർജന്മം. പുനർജന്മ വിശ്വാസത്തിന്റെ ആരംഭം പുരാതന ഈജിപ്തിൽ അല്ലെങ്കിൽ പഴയ മിസ്രൈം എന്ന പേരുള്ള ഈജിപ്തിലായിരുന്നു. പിന്നെ അതിനെ തുടർന്ന് നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് ഗ്രീസിലെത്തി. മനുഷ്യന് മാത്രമല്ല പക്ഷിമൃഗങ്ങൾക്കും പുനർജന്മം ഉണ്ടെന്ന് മിസ്രൈമർ അല്ലെങ്കിൽ ഈജിപ്തുകാർ വിശ്വസിക്കുകയും അവർക്ക് ക്ഷേത്രങ്ങൾ പണിത് അവയെ ദൈവമായി കരുതി ആരാധിക്കുകയും ചെയ്താണ് നേരത്തെ പറഞ്ഞ ആനിമിസം. മിസ്രൈമിലെ കോംബോ എന്ന സ്ഥലത്ത് നൈൽ നദിക്കരയിൽ മുതലകൾക്കായി ക്ഷേത്രം പണിത് ആരാധന നടത്തിയതായി ചരിത്രത്തിലുണ്ട്. 1504 1450 BC-യിലാണ് സംഭവം. പിന്നീട് ഇത് കെൽറ്റിക് മതചിന്തയുമായി ഗ്രീക്കുകാരിലും തുടർന്ന് യൂറോപ്പിലെ ചില രാജ്യങ്ങളിലും അവസാനം ആര്യന്മാരുടെ ആഗമനത്തോടെ ഇന്ത്യയിലും ഈ അടിസ്ഥാന വിശ്വാസമായി മാറിയതാണ് പുനർജന്മം. ഒരു മരിക്കുമ്പോൾ ദേഹി അപ്പോൾ ജനിക്കുന്ന ഏതെങ്കിലും മൃഗങ്ങളിലോ അല്ലെങ്കിൽ പക്ഷികളിലെ മൃഗങ്ങളിലോ പ്രവേശിക്കുന്നത്. ഒരു മൃഗത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് മാറി മാറി വരുന്ന പിന്നെ വെള്ളത്തിലും വായുവിലുള്ള പക്ഷി മൃഗ മത്സ്യരൂപങ്ങളായി ഒടുവിൽ
മനുഷ്യരൂപത്തിൽ വീണ്ടും ജനിക്കപ്പെടുമെന്നാണ് ഇവർ പറയുന്നത്. അങ്ങനെയെങ്കിൽ അപ്പോൾ ജനിക്കുന്ന മൃഗത്തിനും പക്ഷിക്കും രണ്ട് ജീവൻ വീതം ഉണ്ടാകണ്ടേ? കാരണം ആദ്യം ജനിക്കുമ്പോൾ അവയ്ക്ക് ലഭിക്കുന്ന സ്വാഭാവിക ജീവനും മറ്റൊന്ന് പരകായ പ്രവേശനം നടത്തുമ്പോൾ ലഭിക്കുന്ന, ഇങ്ങനെ പല ജീവികളിലായി ജയിക്കപ്പെടുമ്പോൾ മുമ്പ് മനുഷ്യരായിരുന്നപ്പോൾ ചെയ്ത എല്ലാ പാപങ്ങളും മാറി പുതിയ ശരീരം ലഭിക്കുമെന്ന് ഗ്രീക്കുകാരും അന്ന്. ഇത് പ്ലാറ്റോണിയൻ, പ്രീ പ്രോട്ടോണിയൻ കാലഘട്ടമാണ്. അതായത് പ്ലേറ്റോയ്ക്കും അരിസ്റ്റോട്ടലിനും ഒക്കെ മുൻപുള്ള ചില കാലഘട്ടങ്ങളിലെ വിശ്വാസമായത്. ജീവിച്ചിരുന്ന കാലത്ത് കുടുംബത്തിന് ദുഃഖവും സങ്കടങ്ങളും കഷ്ടപ്പാടുകളും ഉണ്ടാക്കാൻ ഇടയാക്കി ഒരാൾ മരിച്ചുപോയാൽ ആ വ്യക്തിയുടെ പരേത്മാതാത്മാവിന് ഗതി വരുന്നില്ല എങ്കിൽ ജീവിച്ചിരിക്കുന്ന കുടുംബത്തിന് ഗുണം പിടിക്കുകയില്ലെന്നും ദുർനിമിത്തങ്ങൾ വരുമെന്ന വിശ്വാസമാണ് ഇതിന്റെ എല്ലാം അടിസ്ഥാനം. അപ്പോൾ എൻ്റെ കാതലായ ചോദ്യം സമൂഹത്തിന് മുമ്പിൽ വെക്കുകയാണ്. കാര്യകാരണ തെളിവുണ്ടെങ്കിൽ വന്നാൽ മതി, ഇല്ലെങ്കിൽ മൗനം പാലിക്കുകയായിരിക്കും ഏറ്റവും നല്ലത്. കാരണം പരകായ പ്രവേശനം മനുഷ്യരിലോ പക്ഷിമൃഗങ്ങളിലോ സംഭവിക്കുമെങ്കിൽ എൻ്റെ ചോദ്യം, ജന്മനാ ലഭിക്കുന്ന ജീവൻ പിന്നെ എവിടെ സൂക്ഷിച്ചു വെക്കുന്നത്? രണ്ടാമത് പരകായ പ്രവേശനത്തിലൂടെ വന്ന ജീവൻ, അങ്ങനെ ഒരു വ്യക്തിയിൽ രണ്ട് ജീവനുണ്ടെങ്കിൽ ഏത് ജീവനിലാണ്, ഏത് വ്യക്തിക്കാണ് ശിക്ഷ വിധിക്കേണ്ടത്? നിങ്ങൾ തന്നെ പറയാം. അപ്പോൾ അതിനായി അങ്ങനെയുള്ള വ്യക്തികൾ ജീവിച്ചിരുന്ന കാലത്ത് ഉപയോഗിച്ച പാചകപാത്രങ്ങൾ, പണിയായുധങ്ങൾ, ആഭരണങ്ങൾ, വിളക്കുകൾ തുടങ്ങിയെല്ലാം വഴിപാടുകളായി അർപ്പിക്കാൻ ഉപയോഗിച്ചിരുന്നു. പ്രേതപ്രീതിക്കായി മരിച്ചയുടെ കുഴിമാടത്തിൽ അന്തിവിളക്ക് കത്തിക്കുന്നതും അത് ഇന്ത്യയിൽ, കേരളത്തിലൊക്കെയുള്ള ഈ വിശ്വാസത്തിന്റെ അടിസ്ഥാനമാണ്. ജീവിതകാലത്ത് ആഗ്രഹിച്ചിരുന്ന ഈ ഇഷ്ടഭോജ്യങ്ങളും വഴിപാടുകളും നൽകി പ്രേതത്തിന് പ്രീതി വരുത്താനുള്ളതാണ് ഇതിൽ അന്തർഭവിച്ചിരിക്കുന്ന ആശയം. ഒരു സമൂഹത്തെ മുഴുവനായി ബാധിക്കുന്ന വിഷൂചിക അല്ലെങ്കിൽ മസൂരി, പ്ലേഗ് തുടങ്ങിയവയോ പാൻഡമിക് പിടിപെട്ടാൽ അതിന് കാരണം ഒരു പൈശാചിക മൂർത്തിയുടെ, ഭഗവതിയുടെ കോപമാണെന്നും ഹൈന്ദവർ വിശ്വസിക്കുന്നുണ്ട്. അതിനായി പ്രശ്നം നോക്കിയിട്ട് പ്രതിശാന്തി തേടുമ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവർ ചെയ്യുന്നത്. ഹൈന്ദവരുടെ ശവദാഹങ്ങളും കർമ്മങ്ങളും. ഹൈന്ദവർ ശവദാഹത്തിന് ശേഷം ചിതയിൽ നിന്നും പരേതാത്മാവിനെ പാപവിമുക്തമാക്കാൻ വേണ്ടി അസ്ഥികൾ ചികഞ്ഞെടുത്ത് മൺപാത്രത്തിൽ താൽക്കാലികമായ ഉപാധി എന്ന നിലയിൽ പരിശുദ്ധിയോടെ സൂക്ഷിച്ചു വെക്കുകയോ അല്ലെങ്കിൽ പുണ്യ നദിയിൽ ഒഴുക്കുകയോ ചെയ്യുന്നു. ജനിച്ചാൽ മരണവും മരിച്ചാൽ പിന്നെയും ജനനം ഉണ്ടെന്ന് അവിടെ പുരാണങ്ങളിൽ പറയുന്നതിനാൽ യഥാസ്ഥിതിക ബ്രാഹ്മണ വിശ്വാസപ്രകാരം മരണപ്പെട്ട ഒരു മനുഷ്യന്റെ ജഡം ശരിയായ വിധത്തിലുള്ള മന്ത്രോച്ചാരണങ്ങൾ നടത്തി ദഹിപ്പിച്ചാൽ മരിച്ച വ്യക്തിയുടെ പാപത്തെ വിമുക്തമാക്കാമെന്നും ആത്മാവിനെ രുദ്രന്റെ അല്ലെങ്കിൽ പരമശിവന്റെ സംരക്ഷണത്തിൽ ഏൽപ്പിക്കുമെന്നാണ് ഇവരുടെ സങ്കല്പം. അവിടെയും എൻ്റെ ചോദ്യം, ഇവിടെ യഥാസ്ഥിതിക ബ്രാഹ്മണ വിശ്വാസപ്രകാരമാണ് ഇതെല്ലാം എഴുതി വച്ചിരിക്കുന്നത്. ഈ ഭൂമിയിൽ, ലോകത്തെ മറ്റു കാര്യങ്ങളൊക്കെ വിടുക, ഈ ഇന്ത്യയിൽ, ഈ കേരളത്തിൽ, ഈ പുനർജന്മത്തിൽ ബ്രാഹ്മണൻ മാത്രമേ ഇരിക്കുന്നുള്ളൂ. ബാക്കിയുള്ള മനുഷ്യന്റെ ആത്മാവ് ഇവിടെ പോകും. മതവർഗം നോക്കിയിട്ടാണോ, ജാതി വിഭാഗം നോക്കിയിട്ടാണോ പുനർജന്മം? അതല്ലേ തെറ്റ്, അതല്ലേ അന്ധവിശ്വാസം. ഇതൊരു ഏകപക്ഷീയമായില്ലേ അത്? അപ്പൊ നരകത്തിൽ കിടന്ന് അഴലുന്ന പാപികളുടെ കർമ്മഫലങ്ങൾ അനുഭവിച്ചു കഴിയുമ്പോൾ അതിൽ നിന്നും ബ്രഹ്മഹത്യ ചെയ്തവർ പട്ടിയായി. അവിടെയും ചോദ്യമുണ്ട്. ബ്രാഹ്മണനെ ചെന്നവർ പട്ടിയായും കഴുതയായി ഒട്ടകമായി വീണ്ടും പുനർജനിച്ച് പിന്നീട് മൂകനായിത്തീരും. അപ്പം ഈ ഭൂമിയിലെ, ലോകത്തിന്റെ വിട്ട് കേരളത്തിലെ, ഇന്ത്യയിലെ മൂകന്മാരൊക്കെ ബ്രാഹ്മണന്മാരെ കൊന്നതിന്റെ പേരിലാണല്ലോ. അയ്യോ കഷ്ടം. 21-ാം നൂറ്റാണ്ടിൽ 25 വർഷങ്ങൾ പിന്നിട്ടും ശാസ്ത്രം ദ്രുതഗതിയിൽ കടലിലും ഭൂമിക്കടിയിലും കടലിന്റെ അടിയിലും ശൂന്യാകാശത്ത് വരെ പോയി സാങ്കേതികമായി വിജയിച്ചിരിക്കുമ്പോഴും ഈ കാലത്തും ഇങ്ങനെയൊക്കെ വിശ്വസിച്ചാൽ അവരെ എന്താ വിളിക്കുക? സ്വർണമോഷ്ടാവ് ക്രിമികീടമായും ധാന്യം മോഷ്ടിച്ചാൽ രോഗിയായും എണ്ണ മോഷ്ടിക്കുന്നവൻ സമൂഹഷ്ടനും ദരിദ്രനുമായി ജനിക്കുമത്രേ. എന്തൊരത്ഭുതം. അപ്പോൾ ഇന്ത്യ 142 കോടി ജനമുള്ള അതിപുരാതന രാജ്യമായിരിക്കുന്ന ഇന്ത്യയിൽ ഇന്നും
പാവപ്പെട്ടവർ, ദരിദ്രത്തിന് ദാരിദ്ര്യരേഖ താഴെയുള്ള കോടാനിക്കോടി ജനങ്ങളുണ്ട്. അങ്ങനെയെങ്കിൽ നിങ്ങൾ തന്നെ അതിന് ഉത്തരം കണ്ടെത്തണം. ദരിദ്രനായി ജനിക്കാൻ കാരണം എണ്ണ പൊട്ടിച്ചതാണ്. ആരുടെ എണ്ണയാണ്? അമ്പലത്തിലെ എണ്ണയല്ല, ബ്രാഹ്മണന്റെ എണ്ണ പൊട്ടിച്ചത്രേ. ബ്രാഹ്മണന് എണ്ണ എവിടുന്നാ കിട്ടിയത്? അതെനിക്കറിയില്ല. നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തിയിട്ട് എനിക്ക് ഉത്തരം തരണം. അപ്പോൾ നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്താണ്? എന്തിൽ നിന്നാണ് വിശ്വാസം ഉണ്ടാകുന്നത്? ഞാൻ മുൻപൊരു എപ്പിസോഡിൽ അതിൽ സൂചിപ്പിച്ചതുപോലെ വിശ്വാസം അതല്ലേ പ്രധാനം. കല്യാൺ ജുവലറിക്ക് ഞാനൊരു ബിഗ് സല്യൂട്ട് തരുന്നു. അതിന്റെ ഈ പരസ്യവാചകം എഴുതി കൊടുത്ത ആളുടെ പേര് ഞാൻ മറന്നുവെങ്കിൽ അദ്ദേഹം നല്ലൊരു ഫിലിം ഡയറക്ടറും ഷോർട്ട് ഫിലിം ഡയറക്ടറൊക്കെ ആയി തീർന്ന ആളാണ്. അദ്ദേഹത്തിന്റെ ആ പരസ്യത്തെ ഞാൻ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്നത്. ഏത് തരത്തിൽ വ്യാഖ്യാനിച്ചാലും വിശ്വാസം അതല്ലേ എല്ലാം. അപ്പോ സ്വർണം മോഷ്ടിക്കുന്നവൻ കൃമികീടമായി മാറും. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, സ്വർണം പണിയുന്നവൻ എങ്ങനായിത്തീരും? സ്വർണ്ണാഭരണങ്ങൾ അണിയുന്നവൻ എന്തായിത്തീരും? അവർക്ക് മോക്ഷപ്രാപ്തിക്കൊന്നുമില്ലേ? അവരൊക്കെ ഡയറക്റ്റ് മനുഷ്യരായി തന്നെ പോവായിരിക്കും. എനിക്കറിയില്ല കേട്ടോ. നമുക്ക് മടങ്ങി വരാം. ആനിമിസവും അന്ധവിശ്വാസങ്ങളും തുടർന്നുള്ള ഭക്തികളിലും നമുക്ക് പഠിക്കാം, ചിന്തിക്കാം, ലഭിച്ച അറിവുകളെ ഷെയർ ചെയ്യാം. അന്ധവിശ്വാസത്തിൽ നിന്ന് മാറി, മതവിശ്വാസത്തിൽ നിന്ന് മാറി ദൈവത്തിലേക്കും സൃഷ്ടിതാവിലേക്കും നമുക്ക് മടങ്ങി വരാം. നമുക്ക് പുരോഗമനം പ്രാപിക്കാം. അതേ മറ്റൊരു എപ്പിസോഡിൽ ഞാൻ ഓർപ്പിച്ച പോലെ മതവിശ്വാസ തീവ്രവാദികൾ, തീവ്രമില്ലെങ്കിലും മതവിശ്വാസ അടിസ്ഥാനമാണ് ഇസ്രയേലെങ്കിലും അവർ മതത്തിന്റെ വഴിക്കും രാജ്യത്തിന്റെ വഴിക്കും വിട്ടുകൊണ്ടാണ് ആ കൊച്ചു രാജ്യം ലോകത്തിന്റെ ശ്രദ്ധയായി തീർന്നതും. ഇന്ത്യയും ചൈനയും മറ്റു പല രാജ്യങ്ങളും അവരെ സാങ്കേതികതയ്ക്ക് ആശ്രയിക്കാൻ കാരണവും എന്ന് മറക്കരുത്. നമ്മളുടെ രാജ്യം പുരോഗതിക്ക് പ്രാപിക്കാം, വികസനത്തിന് വേണ്ടി നമുക്ക് മുന്നേറാം, അന്ധവിശ്വാസം മാറാം.